സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വലത് കൈ നീട്ടി. വലത് കൈ നീട്ടിയപ്പോഴുണ്ടല്ലോ, അവളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് വലത് കൈ നീട്ടിയിട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പം അവൾ എന്നോട് പറയുക, അച്ഛാ, ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആ സഹോദരി പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ പറ, പ്രാർത്ഥിക്കുമോ? ഇല്ല. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നീട്ടി കൈ പുറകോട്ട് വലിച്ചിട്ട് ആ സഹോദരി ചോദിച്ചു, മോളെ, നീ മരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നീ പറയാൻ എന്താ കാരണം ചോദിച്ചിട്ട് അവളുടെ മുഖത്തേക്ക്, അവളുടെ കണ്ണിൽ നിന്ന് രണ്ട് കണ്ണിൽ കണ്ണീരിങ്ങനെ ധാരധാര ഒഴുകുക. ഞാൻ എൻ്റെ മുറിയിലെ കസേരയിൽ ആ സഹോദരി എത്തിയിട്ട് ഞാനൊന്ന് ശാന്തപ്പെടുത്തിയിട്ട് അവളോട് ചോദിച്ചു, നീ അങ്ങനെ പറയാൻ എന്താ കാരണം? അപ്പോൾ ആ സഹോദരി എന്നോട് പറയാം, അച്ഛാ, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ ആരുടെയും സ്നേഹം കിട്ടാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം. നിങ്ങൾ ആരും കരുതണ്ട ഇതൊരു സഹോദരിയുടെ മാത്രം ചിന്തയാണ്, അല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. ഈ ചിന്തയാണ് ആത്മഹത്യയിലേക്ക്, നിരാശയിലേക്കെല്ലാം നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം കിട്ടണം. ആ ബോധ്യം എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ, അപ്പനാകട്ടെ അമ്മയാകട്ടെ ജീവിതം ആരെല്ലാം നിന്നെ എന്തോരം സ്നേഹിച്ചാലും ആ സ്നേഹം കൊണ്ട് നിന്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. ഇനി അടുത്തത് എഴുതിക്കൂ, നിറയ്ക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യ വ്യക്തികളുടെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ.